ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും ദേവ്സ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ട്രഡീഷണൽ ഫുഡ് ഐറ്റംസ് നമ്മുടെ എല്ലാം ഒരു വീക്ക്നെസ്സാണ്, പ്രത്യേകിച്ച് അച്ചാറുകൾ. ഒരു അച്ചാർ മാത്രം മതി ചോറുണ്ണാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് മീൻ അച്ചാർ തന്നെയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതും ഒരു അടിപൊളി മീൻ അച്ചാറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ? ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കിക്കോളൂ. 750 ഗ്രാം ചൂരമീൻ ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. വാളൻ പുളി വേണം, കാശ്മീരി ചില്ലി പൗഡർ, നല്ലെണ്ണ, ഏതെങ്കിലും ഒരു കുക്കിംഗ് ഓയിൽ, കായം, വിനീഗർ, കുരുമുളക് പൊടിയും പിന്നെ ഉലുവാപ്പൊടിയും. ഇനി വറുത്തെടുക്കാനായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില, 2 വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് നുറുക്കിയത്, ഒരു 6-7 ചെറിയ പച്ചമുളക് നുറുക്കിയത്, 6-7 വറ്റൽമുളക് നുറുക്കിയത്, 2 കുടം വെളുത്തുള്ളി ചെറുതായിട്ട് കഷ്ണിച്ചത്. ഇനി നമുക്കിതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോവാം. ഈ ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1.25 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡർ എടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തത്. അതുപോലെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഉപ്പ് വേണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു 2 ടീസ്പൂൺ എണ്ണയും കൂടെ ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് കുഴയ്ക്കാം. ഞാനിത് ആദ്യമേ ചെയ്യുന്നത് മീൻ പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിത് സ്ട്രോങ് ആയിട്ട് പ്രസ് ചെയ്ത് ഇത് മാരിനേറ്റ് ചെയ്യാൻ പാടില്ല. പതിയെ മെല്ലെ തന്നെ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ മീൻ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 3/4 മണിക്കൂർ ഈ മസാലകളെല്ലാം പിടിക്കാനായിട്ട് മാറ്റി വയ്ക്കാം. കുറഞ്ഞത് ഒരു 3/4 മണിക്കൂർ തന്നെ വെക്കുക. മീനിൻ്റെ മസാലയെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. 3/4 മണിക്കൂറായിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് വറുത്തെടുക്കണം, ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണോ യൂസ് ചെയ്യാം. സൺഫ്ലവറോ വെജിറ്റബിൾ ഓയിലോ വെളിച്ചെണ്ണയോ ഒക്കെ യൂസ് ചെയ്യാം. വെളിച്ചെണ്ണയാണെങ്കിൽ ഇത് ഒരു 2 ആഴ്ച കൊണ്ട് തന്നെ നമ്മൾ മീൻ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പെട്ടെന്ന് ചിലപ്പോൾ ചീത്തയാൻ സാധ്യതയുണ്ട്, പക്ഷേ ടേസ്റ്റ് വെളിച്ചെണ്ണയ്ക്കാണ്. ചിലർ ഇതിന് നല്ലെണ്ണ യൂസ് ചെയ്യാറുണ്ട്. ഏത് എണ്ണ വേണോ നമുക്ക് ഉപയോഗിക്കാം. ഒരു 2 മാസം വരെ ഇത് കേടാകാതെ ഇരിക്കും. നമ്മൾ നനഞ്ഞ സ്പൂണോ അല്ലെങ്കിൽ ഇത് ഇട്ട് വയ്ക്കുന്ന ബോട്ടിലൊക്കെ നനവില്ലാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. എങ്കിൽ മീൻ എത്ര നാൾ വേണോ കേടാകാതെ ഇരിക്കും. നമ്മൾ ഉപയോഗിക്കും പോലെ ഇരിക്കും. മീൻ ഞാനിവിടെ 2 ബാച്ചായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. കാരണം നമ്മൾ ഒന്നിച്ചിട്ട് കൊടുത്താൽ ചിലപ്പോൾ അത് പൊടിഞ്ഞു പോകും. അപ്പോൾ നിങ്ങൾ 2 ബാച്ചായിട്ട് ഇട്ട് കൊടുത്താൽ മതിയാകും. ഇത് സാധാരണ മീൻ വറുക്കുന്ന പോലെയല്ല, കുറച്ചുകൂടെ ഡീപ്പായിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട്. ഇതുപോലെ എൻ്റെ മീനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അത് അച്ചാറാക്കാം. മീൻ വറുത്ത അതേ പാനിൽ അതേ എണ്ണ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കൂടാതെ 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണയും കൂടെ അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് കടുക് ഇട്ട് പൊട്ടിച്ചു. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുക്കാം ഓരോന്നായിട്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാകുന്ന വിധം നമ്മളിത് മൂപ്പിച്ചെടുക്കേണ്ടതുണ്ട്. ഒരുപാട് ഫ്ലെയിം കൂട്ടി വയ്ക്കാതെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് വറുത്തെടുക്കണം. ഞാൻ കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതിനൊരു മസാല ഉണ്ടാക്കണം. അതുകൂടെ ഒന്ന് റെഡിയാക്കാം നമുക്ക്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1 ടീസ്പൂൺ കായപ്പൊടി. ഇനി ഇത് ഞാൻ ഒരു 2-3 ടീസ്പൂൺ നമ്മുടെ പുളിവെള്ളത്തിലൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഈ പുളിവെള്ളം ഞാൻ ചെറു ചൂടുവെള്ളത്തിലാണ് പുളി ഒന്ന് പിഴിഞ്ഞെടുത്തത്. ഒരു നെല്ലിക്ക വലുപ്പത്തിലാണ് പുളി എടുത്തിട്ടുള്ളത്. നമുക്കിനി മസാലക്കൂട്ട് ആ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം വളരെ കുറച്ചിട്ട് വേണം നിങ്ങളിത് ചെയ്യാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഓഫ് ചെയ്തിട്ട് ചെയ്താലും കുഴപ്പമില്ല. ചെറു തീയിൽ വേണം ചെയ്യാനായിട്ട്. ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്, കാരണം നമ്മൾ മീനിന് മാത്രമേ ഉപ്പിട്ടിട്ടുള്ളൂ. ഇനി ആ പുളിവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഒരു 3/4 കപ്പ് പുളിവെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വിനീഗർ ഞാൻ 1/2 കപ്പ് മാത്രമേ ഒഴിക്കുന്നുള്ളൂ. നിങ്ങൾക്കത് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം.
വിനീഗർ ഒരു പ്രിസർവേറ്റീവ് ആയതുകൊണ്ട് ചിലപ്പോൾ ഗ്യാസ് ട്രബിളൊക്കെ ഉണ്ടാകാറുണ്ട് ചിലർക്ക്. അതുകൊണ്ടാണ് ഞാനത് അവോയ്ഡ് ചെയ്തത്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് മീനൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 7-8 മിനിറ്റ് ചെറുതീയിലൊന്ന് നമുക്കിത് വേവിച്ചെടുക്കണം. ഇത്രയും ആയാൽ നമ്മുടെ മീനച്ചാറ് ഇവിടെ റെഡിയാണ്. ഇതൊരു കൊതിപ്പിക്കുന്ന ഫ്ലേവർ തന്നെയാണ് കേട്ടോ, പറയാതെ വയ്യ. ഇത് 1 മാസമൊന്നും ഇരിക്കുന്ന യാതൊരു സാധ്യതയും കാണുന്നില്ല. 2 ദിവസം കൊണ്ട് തീരാൻ ചാൻസ് ഉണ്ട്. എല്ലായിടത്തും ഇത് തന്നെയായിരിക്കും സ്ഥിതി. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ, അപ്പോൾ മനസ്സിലാകും. നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഒരു കുപ്പിയിലോട്ട് ഇത് മാറ്റാം. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഇട്ട് വെക്കരുത്. കുപ്പി തന്നെ നിങ്ങൾ ഉപയോഗിക്കുക. അതാവുമ്പോൾ ഒരുപാട് നാൾ കേടാകാതിരിക്കും. ഈ ഒരു അച്ചാർ മാത്രം മതി നമുക്ക് ചോറുണ്ണാൻ. പക്ഷേ ഇതിന് വേറെ ഒരു നല്ല അടിപൊളി കോമ്പിനേഷനുണ്ട്. ക്യാബേജ് തോരനും മോരുകറിയും ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണ്. നിങ്ങൾ അങ്ങനെ ഒന്ന് കഴിച്ചു നോക്കണേ. അപ്പോൾ നിങ്ങളിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യുമല്ലോ അല്ലേ? ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടാതെ ബെൽ ഐക്കൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. പുതിയ ഒത്തിരി വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, ഗുഡ് ബൈ.